ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷനുകൾക്കും ജില്ലാ നേതൃയോഗങ്ങൾക്കും ഇന്ന് തുടക്കമാവുകയാണ്. ആദ്യ കൺവെൻഷനിൽ പങ്കെടുക്കുന്നതിനായി രാജീവ് ചന്ദ്രശേഖർ അല്പസമയത്തിനകം വന്ദേ ഭാരത് എക്സ്പ്രസിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തും. ലുലു ഹയാത്തിലാണ് കൺവെൻഷൻ നടക്കുക. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, അല്പസമയത്തിനുള്ളിൽ തന്നെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വന്ദേ ഭാരത് എക്സ്പ്രസിൽ അദ്ദേഹത്തിനെ വരവേൽക്കാനായി പ്രവർത്തകർ അവിടെ സജ്ജമായി കഴിഞ്ഞു. അവസാനവട്ട ഒരുക്കങ്ങൾ ഏതുവരെ എത്തി? ദേവിക, തീർച്ചയായിട്ടും ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരനെ വരവേൽക്കാൻ വേണ്ടി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പഞ്ചവാദ്യത്തിൻ്റെയും മറ്റൊക്കെ അകമ്പടിയോടുകൂടെയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരനെ സ്വീകരിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തകർ നേതാക്കൾ ഒക്കെ ഒരുങ്ങി നിൽക്കുന്നത്. ഒരുപാട് ആളുകൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് വികസിത കേരളം 2025 എന്നുള്ള ആ പരിപാടിക്ക് ഇന്നിപ്പോൾ തൃശ്ശൂരിൽ തുടക്കമാവുമ്പോൾ അത് വലിയ പ്രതീക്ഷയോടെയാണ് ബി.ജെ.പി നോക്കിക്കാണുന്നത്. സംഘടനാപരമായി വലിയ ഒരു മാറ്റത്തിലേക്ക് കേരളത്തിൽ ബി.ജെ.പി കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പരിപാടിയുടെ പ്രത്യേകത എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുതിർന്ന നേതാക്കളെയൊക്കെ തന്നെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. പി ഗോപാലകൃഷ്ണൻ അദ്ദേഹം ചേരുകയാണ്. എങ്ങനെയാണ് ഈ ഒരു വികസിത കേരളം 2025 ആരംഭിക്കാൻ പോവുകയാണ്? അപ്പോൾ എത്രത്തോളം ഒരു ആവേശമാണ്, സംഘടനാ തലത്തിൽ വലിയൊരു മാറ്റമാണോ ബി.ജെ.പി പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ വലിയ ഒരു മുന്നേറ്റത്തിന് കേരളം സാക്ഷിയാവാൻ പോവുകയാണ്. അതിൻ്റെ ഒരു തുടക്കമാണ് വാസ്തവത്തിൽ ഇന്ന് തൃശ്ശൂരിൽ ആരംഭിക്കാൻ പോകുന്നത്. കാരണം കേരളം എന്ന് പറയുന്ന നമ്മുടെ ഈ മലയാളിയുടെ ഈ ഭൂമി ഒരു വികസനവുമില്ലാതെ കടത്തിൽ കടന്ന് വളരെ പ്രയാസപ്പെടുകയാണ്. എല്ലാ തലങ്ങളിലും കടബാധ്യത അടക്കം മുരടിച്ച് നിൽക്കുകയാണ്. വികസനമില്ല. അപ്പോൾ വികസനത്തിൻ്റെ ഒരു കേരളം, ഒരു വികസിത കേരളം, അതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. മതത്തിനും ജാതിക്കും ഭാഷയ്ക്കും വേഷത്തിനും വർണ്ണത്തിനും വർഗത്തിനും അപ്പുറം ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വികസനത്തിൻ്റെ ഒരു സാധ്യതയിലൂടെ പരിപൂർണമായിട്ടുള്ള ഒരു ജീവിതം നൽകുക എന്നതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. അതുകൊണ്ട് ബി.ജെ.പി വികസനത്തിനാണ് ഊന്നൽ നൽകുന്നത്. നമുക്കറിയാം, എല്ലാ രംഗത്തും വിജയം മാത്രം വരിച്ച ഒരു പ്രഗത്ഭമതിയായ ഒരു ആർക്കിടെക്റ്റാണ് വാസ്തവത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ. അദ്ദേഹം കാലുവെച്ച സ്ഥലത്തെല്ലാം വിജയം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. യാതൊരു സംശയവുമില്ല. അദ്ദേഹം ഒരു ടെക്നോക്രാഫ്റ്റാണ്. അദ്ദേഹം ഈ കേരളത്തിൻ്റെ വികസനത്തിനുള്ള ഒരു ആർക്കിടെക്റ്റായിട്ട് ഈ കേരളത്തിൻ്റെ വികസന പരിപ്രേക്ഷ്യത്തിലെ നായകനായിട്ട് മാറാൻ പോവുകയാണ്. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വികസനത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല. അവരെന്ത് പറയുമ്പോഴും മതേതരത്വവും മതവുമാണ്. പക്ഷേ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ, അദ്ദേഹത്തിന് പറയാനുള്ളത് കേരളത്തിൻ്റെ വികസനമാണ്. അതുകൊണ്ടൊരു വികസിത കേരളത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രയാണത്തിൻ്റെ തുടക്കമാണ്. എല്ലാ ഭാവുകങ്ങളും ഈ തൃശ്ശൂരിൽ നിന്നുണ്ടാവും. തൃശ്ശൂരാണ് ബി.ജെ.പിയുടെ പരിവർത്തനത്തിൻ്റെ ജില്ല. തൃശ്ശൂരിലെ തന്നെ തുടക്കം തൃശ്ശൂരിൽ തന്നെ ആക്കിയതിലൊരു രാഷ്ട്രീയ മാനം കൂടെ ഉണ്ടല്ലോ. തൃശ്ശൂരിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയത്തിൻ്റെ ഒരു കേന്ദ്രമാണ് ഈ ശക്തൻ്റെ തട്ടകം. ശക്തൻ എന്ന് പറഞ്ഞാൽ വികസനത്തിലെ ഒരു മാതൃകയാണ്. അതുകൊണ്ട് തന്നെ ശക്തൻ്റെ തട്ടകത്തിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിൻ്റെ ഒരു പുതിയ വികസന പരിപ്രേക്ഷ്യത്തിൻ്റെ നായകനാവുകയാണ്. സുരേഷ് അദ്ദേഹം കൂടെ ചേരുകയാണ്. എങ്ങനെയാണ് ഈ സംഘടനാപരമായിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ ഇന്ന്? എങ്ങനെയാണ് അതിന് ഒരു ഞങ്ങൾ വികസിത കേരളം കൺവെൻഷനാണിത്. ബി.ജെ.പി കേരളത്തിൽ നിഷേധാത്മകമായ രാഷ്ട്രീയത്തിന് പകരം ഭാവാത്മകമായിട്ടുള്ളൊരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുകയാണ്. പാർട്ടിയുടെ അവസാനത്തെ പ്രവർത്തകൻ വരെ ജനങ്ങളെ സേവിക്കാനും സംസ്ഥാനത്തിൻ്റെയും സ്വന്തം പഞ്ചായത്തിൻ്റെയും വാർഡിൻ്റെയും വികസനം മുന്നിൽ കണ്ടുകൊണ്ട്
കേന്ദ്ര പദ്ധതികൾ ജനങ്ങൾക്കെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ് ഈ കേരള വികസന കൺവെൻഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടൊപ്പം തന്നെ 2025 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ അവസാനത്തെ പ്രവർത്തകനെ വരെ സജ്ജമാക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വികസിത കേരളം സൃഷ്ടിക്കുന്നതിനും പാർട്ടിയെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സുസജ്ജമാക്കുന്നതിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന ഈ കേരള വികസിത കേരളം കൺവെൻഷനുകൾ സംസ്ഥാനത്ത് 30 കേന്ദ്രങ്ങളിൽ നടക്കുന്നത്. അതിൻ്റെ സമാരംഭം കുറിക്കുകയാണ് ഇന്ന് തൃശ്ശൂർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു 1000-ൽ പരം വരുന്ന പ്രവർത്തകർ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഉപരിയുള്ള 1000-ൽ പരം വരുന്ന പ്രവർത്തകർ പങ്കെടുക്കുന്ന ഒരു വലിയ പ്രതിനിധി സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തൃശ്ശൂരിലെ ജനത അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഇന്ന് 25 ദിവസമാകുന്നു. ഈ 25 ദിവസത്തിനുള്ളിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടി വികസിത കേരളം എന്നുള്ള സ്വപ്നവും പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കെല്ലാവർക്കും ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് പാർട്ടി ഒറ്റക്കെട്ടായിട്ട് കുതിക്കുന്ന ഒരു വലിയ പ്രതീതി, ഒരു അന്തരീക്ഷം ഈ കേരളത്തിൽ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് പാർട്ടി പ്രവർത്തകരും അതോടൊപ്പം തന്നെ ജനങ്ങളുമൊക്കെ ശ്രീ രാജീവ് ചന്ദ്രശേഖരനും പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിനും നൽകുന്ന വലിയ ഒരു പിന്തുണ, ആ പിന്തുണയുടെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിച്ചത്. അതിൽ പാർട്ടിയുടെ പ്രവർത്തകർക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. വരുന്ന ഇന്ന് മുതൽ മെയ് 10 വരെ നടക്കുന്ന ഈ വികസിത കേരളം കൺവെൻഷനുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അത്തരത്തിലുള്ള ഒരു സാഹചര്യം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, അതായത് ജില്ലാ കാര്യാലയങ്ങളായാലും അല്ലെങ്കിൽ പാർട്ടിയുടെ ഓരോ കാര്യാലയങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ജനസേവന കേന്ദ്രം എന്ന തലത്തിലേക്ക് പ്രവർത്തിക്കണം. അതൊരു പുതിയൊരു മാറ്റം, അതായത് ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്നതും ഒപ്പം തന്നെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് പദ്ധതികളും പ്രധാനമന്ത്രിയുടെ ഒരുപാട് പദ്ധതികളൊക്കെ ഉണ്ട്, അതൊക്കെ താഴെത്തട്ടിലെത്തിക്കുക, അത്തരത്തിലാണ് അതിൻ്റെ ഒരു എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഹെൽപ്പ് ഡെസ്കിൻ്റെ ലോഗോ ലോഞ്ച് ചെയ്തു. കഴിഞ്ഞ ഏപ്രിൽ 6-ന് BJPയുടെ സ്ഥാപന ദിനത്തിന് അത് ലോഞ്ച് ചെയ്തു. അതിനുശേഷം വരുന്ന 30-ാം തീയതിക്കുള്ളിൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നമ്മുടെ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കുകയാണ്. ആക്ച്വലി ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്ന ആ ഇത് ജില്ലാ ഓഫീസുകളിലെ ഒരു സേവന കേന്ദ്രം മാത്രമല്ല, ഓരോ പാർട്ടി പ്രവർത്തകൻ്റെ ഹൃദയത്തിലും ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാകണം എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള സന്ദേശം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ സ്റ്റേറ്റിൽ ആരംഭിക്കുന്നു, ജില്ലാ ഓഫീസുകളിൽ 30-ന് ആരംഭിക്കുന്നു. അതിൻ്റെ സംസ്കാരം ഓരോ പ്രവർത്തകൻ്റെ ഹൃദയത്തിലും എത്തിക്കും. അത് കേരളത്തിൻ്റെ കേരളത്തിലെ 4 കോടി വരുന്ന മലയാളികൾക്ക്, ഇന്ന് 4 കോടിയാണ് കേരളത്തിലെ ജനസംഖ്യ, അപ്പോൾ 4 കോടി വരുന്ന മലയാളികൾക്ക് മുഴുവൻ സേവനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ മാറുന്ന ആ മഹത്തായ ലക്ഷ്യമാണ് ഹെൽപ്പ് ഡെസ്കിൻ്റെ പിന്നിലുള്ളത്. സംഘടനാപരമായിട്ട് മറ്റ് പ്രതിഷേധങ്ങൾ, ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരമായിക്കോട്ടെ, അതല്ലെങ്കിൽ മുനമ്പം വിഷയമായിക്കോട്ടെ, അത്തരത്തിലുള്ള ജനകീയ വിഷയങ്ങളിലൊക്കെ ശക്തമായ സമരവുമായിട്ട് ഒരു വശത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. വേറൊരു വശത്ത് സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വികസിത കേരളം 2025 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൽ ഇപ്പോൾ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ആഘോഷങ്ങൾ ആരംഭിക്കുകയാണ്. 232 രൂപ ശമ്പളം വാങ്ങുന്ന ആശാ വർക്കേഴ്സിൻ്റെ ദയനീയ സ്ഥിതി കഴിഞ്ഞ ഏകദേശം 2 മാസത്തിലേറെയായിട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുമ്പിൽ നമ്മൾ കാണുകയാണ്. 232 രൂപ ശമ്പളം വാങ്ങുന്നവർക്ക് 100 രൂപ കൂട്ടിക്കൊടുക്കാൻ തയ്യാറില്ലാത്ത ഒരു സർക്കാരാണ് 100 കോടി രൂപ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആഘോഷിക്കുന്നത്. ഇത് ക്രൂരതയാണ്. ഇത് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിനോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ നിന്ദയാണ്, അവഗണനയാണ്, വഞ്ചനയാണ്. ഇത് കേരള ജനത വേണ്ടവണ്ണം മനസ്സിലാക്കും. അതുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള സമരം തുടരുന്നതോടൊപ്പം കഴിവുകെട്ട ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള VD സതീശൻ്റെ പ്രീതിപക്ഷ നേതാവാണ് VD സതീശൻ. പ്രതിപക്ഷ നേതാവെന്ന് പറയുന്ന നാണക്കേടാണ്. പിണറായി വിജയൻ്റെ പ്രീതിയും CPMൻ്റെ പ്രീതിയും നേടാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പ്രീതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ്റെ പൊള്ളത്തരവും കോൺഗ്രസിൻ്റെ പൊള്ളത്തരവും അതോടൊപ്പം തന്നെ CPMൻ്റെ ജനവഞ്ചനയും ഒരുമിച്ച് ഉയർത്തിക്കാട്ടുന്ന ഒരു മൂവ്മെൻ്റായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയും NDAയും കേരളത്തിൽ മാറും. അതുതന്നെയാണ്
ഏതായാലും നേതാക്കളും അണികളും എല്ലാം ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വളരെ ആവേശത്തോടു കൂടെ തന്നെ സംസ്ഥാന അധ്യക്ഷനെ സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ വന്ദേ ഭാരത് ട്രെയിൻ ഇവിടേക്ക് എത്തിച്ചേരും. ആ ട്രെയിൻ എത്തിയ ഉടനെ തന്നെ അദ്ദേഹത്തിന് വിപുലമായ സ്വീകരണം നൽകും. ആ സ്വീകരണത്തിന് ശേഷം ഇവിടെ നിന്നുമാണ് പിന്നീട് വികസിത കേരളം 2025 ആ നേതൃയോഗങ്ങളും അതുപോലെ തന്നെ സംഘടനാപരമായിട്ടുള്ള യോഗങ്ങളും ഒക്കെ നടക്കുന്ന കൺവെൻഷൻ സെൻറ്ററിലേക്ക് തിരിക്കുക എന്നുള്ളതാണ്. ഏതായാലും സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റതിന് ശേഷം രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ആദ്യമായി എത്തുന്ന ആ പരിപാടി അതിലേക്ക് ഏതായാലും ഒരുപാട് ആളുകൾ പ്രവർത്തകർ ഒക്കെ ഇങ്ങനെ ആവേശത്തോടു കൂടെ തന്നെ ഇവിടെ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നേരത്തെ സംസാരിച്ച നേതാക്കളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വികസിത കേരളം 2025 എന്നുള്ള ഈ ഒരു കൺവെൻഷനുകൾ അത് സംഘടനാ ജില്ലകൾ 30 സംഘടനാ ജില്ലകളാണ് BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ളത്. ഈ 30 സംഘടനാ ജില്ലകളിലും ഇതിൻ്റെ സമ്മേളനങ്ങൾ നടക്കും എന്നുള്ളതാണ്. അതിൽ തന്നെ തൃശ്ശൂരിൽ നിന്ന് അതിന് തുടക്കം ഇന്ന് കുറിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ഏറെ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അനായാസം വലിയ വോട്ട് നേടിക്കൊണ്ട് തൃശ്ശൂരിലെ മണ്ണിൽ വിജയിക്കാനായിട്ടുണ്ട് എങ്കിൽ ആ വിജയം കേരളം ഒട്ടുക്ക് പരിവർത്തനപ്പെടുത്തുക അല്ലെങ്കിൽ കേരളം ഒട്ടുക്ക് ആ വിജയം ഇനി എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് BJPയുടെ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യത്തിൻ്റെ ആദ്യ പടി എന്നോണമാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന നേരത്തെ നേതാക്കൾ പറഞ്ഞതുപോലെ തന്നെ കൈതൊട്ടിട്ടുള്ള എല്ലാ മേഖലകളിലും വിജയം മാത്രം കൈവരിച്ചിട്ടുള്ള ഒരു പ്രഗത്ഭനായ ടെക്നോക്രാറ്റ്. ആ ടെക്നോക്രാറ്റായ വ്യക്തിയെ BJP സംസ്ഥാന അധ്യക്ഷരായി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അത് വലിയ ചർച്ചകൾക്കും മറ്റുമൊക്കെ വഴിവെച്ചതാണ്. ഏതായാലും അത്തരത്തിലുള്ള ചർച്ചകൾക്കും മറ്റുമൊക്കെ ശേഷം ഇപ്പോൾ അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സംഘടനയുടെ ഓരോ പ്രവർത്തകരിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ വികസിത കേരളം 2025 എന്നുള്ള ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ വികസിത കേരളം 2025 കൺവെൻഷനുകൾ അത് തൃശ്ശൂരിൽ ഇന്നിപ്പോൾ ആദ്യം തുടക്കം കുറിക്കുമ്പോൾ ആദ്യ കൺവെൻഷനിൽ തന്നെ 1700ഓളം ആളുകൾ പങ്കെടുക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ബൂത്ത് തലത്തിലുള്ള നേതാക്കൾ മുതൽ മറ്റ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും മറ്റുമൊക്കെ പല വാർഡുകളിലും നിന്ന് വിജയിച്ച പഞ്ചായത്ത് അംഗങ്ങളും മറ്റുമൊക്കെ ഉണ്ട്, കൗൺസിലർമാരുണ്ട്. അതുകൂടാതെ തന്നെ രണ്ടാം സ്ഥാനത്തേക്ക് പോയ ഒരുപാട് നേതാക്കളുണ്ട്. പല ഇടത്തും മത്സരിച്ച് രണ്ടാം സ്ഥാനത്തേക്ക് നിസ്സാര വോട്ടുകൾക്ക് പുറകിൽ പോയ ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഈ കൺവെൻഷനിൽ പങ്കെടുപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് 1700ഓളം ആളുകൾ നേതാക്കൾ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. ഈ 1700ഓളം നേതാക്കൾ പങ്കെടുക്കുന്ന കൺവെൻഷൻ അത് സിറ്റി ജില്ലയുടെയാണ്. അതായത് തൃശ്ശൂർ സിറ്റി ജില്ലയുടെ കൺവെൻഷനിലാണ് 1700ഓളം ആളുകൾ പങ്കെടുക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടെ തന്നെയാണ് തൃശ്ശൂർ സൗത്ത് ജില്ലയുടെ സമ്മേളനം നടക്കുന്നത്. ആ സൗത്ത് ജില്ലയുടെ സമ്മേളനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൗത്ത് ജില്ലയുടെ സമ്മേളനത്തിൽ ഏകദേശം 1300ഓളം ആളുകൾ പങ്കെടുക്കും എന്നുള്ളതാണ്. ഇപ്പോഴേതായാലും BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ വരുന്ന വന്ദേ ഭാരത് ട്രെയിൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വാദ്യമേളങ്ങളുടെയും മറ്റുമൊക്കെ അകമ്പടിയോടുകൂടെ തന്നെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷന് വിപുലമായ സ്വീകരണം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നൽകുന്നത്. ഒരു പുതിയ മാറ്റത്തിലേക്ക് കടക്കുകയാണ് BJP സംഘടനാപരമായും. അതുകൂടാതെ തന്നെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയൊരു മാറ്റത്തിലേക്കാണ് സംസ്ഥാനത്ത് BJP കടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്